സമാനതകളില്ലാത്ത സ്ഥൈര്യമാണ് അതിക്രൂരമായ ആക്രമണമുണ്ടായി 8 വർഷത്തിന് ശേഷവും പോരാടുന്നതിന് ആ 39-കാരിക്ക് ഊർജ്ജമാകുന്നത്. സ്വന്തം തൊഴിൽ മേഖലയിലെ താപ്പാനകൾ ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോഴും കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയുടെ പിന്തുണ അവൾക്ക് ലഭിച്ചു. കേസിൽ നിന്ന് തെളിവുകളുടെ അഭാവത്തിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയപ്പോഴും കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 6 പേർക്ക് കുറഞ്ഞ ശിക്ഷ നൽകിയപ്പോഴും ധീരമായി പോരാട്ടം തുടരുകയാണ് അവൾ. കേസിൽ ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി മാർട്ടിൻ്റെ വീഡിയോ പങ്കുവച്ച് വ്യാപക സൈബർ ആക്രമണമാണ് അതിജീവിതയ്ക്കെതിരെ ഇപ്പോഴും ചിലർ നടത്തുന്നത്. അതിരൂക്ഷമായ സൈബർ ആക്രമണത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് അവർ. ആരാണ് അവളെ തീരാത്ത പകയോടെ പിന്തുടർന്ന് വേട്ടയാടുന്നത്? ആദ്യം ആർഡേക്സ് റാപ്പ് കാണാം. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ശേഷം ക്ലിഫ് ഹൗസിലെത്തിയാണ് അതിജീവിത പരാതി അറിയിച്ചത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ ആന്റണി പ്രചരിപ്പിച്ച വീഡിയോ പോസ്റ്റ് ചെയ്ത സൈബർ ഹാൻഡിലുകൾക്കെതിരെയാണ് പരാതി അറിയിച്ചത്. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടതിന് പിന്നാലെയാണ് വീഡിയോ പ്രചരിച്ചത്. വീഡിയോ പ്രചരിപ്പിച്ചതിന് കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ, വീഡിയോ പങ്കുവച്ച മറ്റ് ഇൻഫ്ലുവൻസർമാർ, സോഷ്യൽ മീഡിയ പേജുകൾ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനം. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വീഡിയോ ചെയ്തതിലുമാണ് നടപടി. അധിക്ഷേപം നടത്തിയ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുകയാണ്. പ്രമുഖരടക്കം പലരും വീഡിയോ പ്രചരിപ്പിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിന്റെ വിചാരണ കാലയളവിൽ മാർട്ടിൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. മാർട്ടിൻ പങ്കുവച്ച വീഡിയോയിൽ ആരോ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് വായിക്കുന്നതായി കാണാമെന്നും ഇത് കരുതിക്കൂട്ടിയുള്ള അപമാനമാണെന്നും ആരോപണമുണ്ട്. വീഡിയോ ചെയ്തതിനു പിന്നിൽ ആരുടെയെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും പോലീസ് പറയുന്നു. ആർഡിഎക്സ് റാപ്പ്, ന്യൂസ് മലയാളം. നമുക്ക് ഡാറ്റാ ഷീറ്റിൽ കാര്യങ്ങൾ നോക്കാം. അതായത് മാർട്ടിൻ സ്ക്രിപ്റ്റഡോ എന്നാണ് തടിയെ ആക്രമിച്ച കേസിലെ 2ാം കുറ്റവാളിയായ 2ാം പ്രതിയായി ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ്റെ വീഡിയോ ആണ് പ്രചരിക്കുന്നത്. മാർട്ടിൻ സംസാരിക്കുന്ന വീഡിയോയിൽ അതിജീവിതയുടെ പേരടക്കം അയാൾ പറയുകയാണ്. വീഡിയോ ആരോ നറേറ്റ് ചെയ്യുന്നത് പോലെയാണെന്ന ആരോപണം അത് കണ്ടയാളുകൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. സൈബർ ആക്രമണത്തിൽ അതിജീവിത നൽകിയ പരാതിയിൽ വീഡിയോ പങ്കുവെച്ച 24 ലിങ്കുകൾ കൂടെ ചേർത്താണ് പരാതി നൽകിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ നിലവിൽ തൃശ്ശൂർ വിയ്യൂർ ജയിലിലാണ് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നത്. മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ചിത്രീകരിച്ച വീഡിയോ ആണ് എന്നാണ് നടിയുടെ പരാതിയിലുള്ളത്. വിചാരണ കോടതിയുടെ വിധി വരുന്നതിന് തൊട്ടു മുമ്പാണ് മാർട്ടിൻ്റെ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് ദിലീപിനെതിരെ അതിജീവിത ഉൾപ്പെടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് മാർട്ടിൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് മാർട്ടിൻ പറയുന്നത്. തെളിവുകളുടെ അഭാവത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ അപ്പീലിന് പോകാനിരിക്കുകയാണ്. ഉടൻ അപ്പീലിന് പോകും. കഴിഞ്ഞ ദിവസം നേരിട്ടെത്തി കണ്ട അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുറ്റവിമുക്തനാക്കപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ദിലീപിൻ്റെ തിരിച്ചുവരവ് ചിത്രം എന്ന പേരിലാണ് ഇപ്പോൾ ബൈക്കായി വമ്പൻ PR നടക്കുന്നത്. മാർട്ടിൻ്റെ വീഡിയോ പങ്കുവച്ചും സിനിമയ്ക്കായി വ്യാപക പ്രചാരണമുണ്ട് എന്ന് പറയുന്നു. ചിത്രത്തിൻ്റെ റിലീസ് നാളെയാണ്. നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഹർഷ എന്താ നടക്കുന്നത് എന്ന്. അതിക്രൂരമായിട്ട് ഉപദ്രവിക്കപ്പെട്ട ഈ നടി അതിജീവിത അത് അതിജീവിച്ചതിന് ശേഷം അതിശക്തമായിട്ട് ഇത്രയും കാലം അങ്ങേയറ്റം വലിയ ട്രോമയ്ക്കകത്തൂടെയാണെങ്കിലും ഈ കേസ് നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ട് കഴിഞ്ഞു. കേസ് വിധി വന്നതിന് ശേഷവും പക്ഷേ അവർ വല്ലാത്ത തോതിൽ ആക്രമിക്കപ്പെടുകയാണല്ലേ? തീർച്ചയായും. ഇതിനൊരു കാര്യം, ഈ കോടതി വിധി വന്നതിന് ശേഷമുള്ള ദിലീപിൻ്റെ ആദ്യ പ്രതികരണം മുതൽ നമ്മൾ നോക്കിയാൽ വളരെ വെൽ സ്ക്രിപ്റ്റഡായ ഒരു കഥ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ആദ്യം ദിലീപ് പറയുന്നത് ആർക്കെതിരെയാണ്? മഞ്ജു വാര്യർക്കെതിരെയാണ്. അപ്പോൾ മഞ്ജു വാര്യരെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഈ കാര്യത്തിൽ വളരെ ആർജവത്തോടെ നിലപാടെടുക്കുകയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്ത ഈ പരാതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ച ആളാരാണ്? ലാലാണ്. സംവിധായകനും നടനുമായ ലാലിനെതിരെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് അതെന്താണ്, ലാലിൻ്റെ മകനെ ചേർത്തിട്ടാണ് ആദ്യത്തെ കഥ ഇറങ്ങുന്നത്. അത് ആർക്കെതിരെയാണ്? ഈ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെയുള്ള കഥ. ലാലിനെതിരെയല്ല ഞാൻ പറഞ്ഞു വന്നത്, ആക്രമിക്കപ്പെട്ട നടിക്കെതിരെയുള്ള പ്രചാരണം. ആ രീതിയിൽ ലാലിൻ്റെ മകനെ ചേർത്ത് വെച്ചിട്ടുള്ള കഥ വ്യാപകമായിട്ട് ഇങ്ങനെ തോന്നിയാസം പ്രചരിപ്പിച്ചു. അതിനുശേഷമാണ് മാർട്ടിൻ്റെ വെളിപ്പെടുത്തൽ എന്ന മട്ടിൽ ഈ വീഡിയോ പ്രചരിക്കുന്നത്. ആ വീഡിയോ ഇപ്പോൾ നമ്മൾ ഇത്രയും കാലമായിട്ട് പ്രോംപ്റ്ററിൽ നോക്കിയും അല്ലാതെയും ഒക്കെ വായിക്കുന്നവരാണല്ലോ, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നവരാണല്ലോ. 10-25 വർഷമായില്ലേ? അപ്പോൾ ഏകദേശം ആ പരിചയം വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം. അയാൾ എഴുതി തയ്യാറാക്കിയതാണോ ആരെഴുതി കൊടുത്തതാണോ എന്നറിയില്ല. ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് അയാൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് അയാൾക്ക് പേരുകൾ എല്ലാം കിട്ടാൻ തക്കവണ്ണം അയാൾക്ക് മുന്നിലുണ്ട് എന്നാണ് ഞാനത് കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ തോന്നലാണ്, തെറ്റാവാം ശരിയാവാം. അത് പോലീസ് അന്വേഷിക്കണമെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അത് കൃത്യമായി ആ കാര്യത്തിൽ പരാതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിജീവിതയുടെ പരാതി അതിൽ പോയിട്ടുണ്ട്. അത് അന്വേഷിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ഇയാൾ വായിക്കുന്ന സാഹചര്യം ഉണ്ടായത്, ഇത് പുറത്ത് പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായത്, ഒരു പ്രതി ഇത് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളത്. അയാൾ ജയിലിൽ പോയതിന് ശേഷമാണ് അത് വ്യാപകമായി പ്രചരിക്കുന്നത്.
അതിനുശേഷമാണ് ലാലിനെതിരെയുള്ള ആക്രമണം, രൂക്ഷമായ ആക്രമണം വരുന്നത്. ഞാനിത് നോക്കുമ്പോൾ സനീഷിൻ്റെ ഫീൽഡിൽ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഈ സ്വഭാവത്തിൽ ഇങ്ങനെ ലാലിനെയും മകനെയും ചേർത്ത് വെച്ചിട്ട് പറയുന്നത് എന്താണ്, ഇങ്ങനെയാണ് കഥയെങ്കിൽ തന്തയും മോനും പെടും. നടിയെ ആക്രമിച്ച കേസ് ഇനിയും വിളമ്പേണ്ടതില്ലല്ലോ. പുതിയ വെളിപ്പെടുത്തലുമായി 2ാം പ്രതി മാർട്ടിൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് വെച്ചിട്ട് ഇത് സത്യമാണോ അതോ തെറ്റാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. അത് ഈ ഡോഗ് വിസിലും കൊടുത്തിട്ട് കൃത്യമായി, ഇത് PR ആണല്ലോ, ഒരു പേജിലല്ല വരുന്നത്, വ്യാപകമായി ഇങ്ങനെ പേജുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി അത് ചർച്ച ചെയ്യണം. അപ്പോൾ വളരെ ആസൂത്രിതമായ ആക്രമണം. എങ്ങനെയാണ് ഒരു കഥ ഇനി ഒരു കഥ ഓടേണ്ടത്, അതായത് വഷളം കഥയാണ്. അങ്ങേയറ്റം ദിലീപിൻ്റെ ഏറ്റവും അലമ്പ് സിനിമയുടെ സ്ക്രിപ്റ്റിനേക്കാൾ വഷളായ ഒരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ. ആ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ആരൊക്കെയോ ചേർന്ന്, അതിപ്പോൾ PR എന്ന് പറയുന്നു, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. കാരണം ഇപ്പം നടിയുടെ പരാതിയുള്ള സ്ഥിതിക്ക് അതും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. PR ഏജൻസിയാണെന്ന് പറയുന്നു. ആരായാലും അത് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു കഥ പ്രചരിപ്പിക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുന്ന ഹീനമായ ശ്രമമാണ്. അതിന് മാത്രമല്ല, ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട മാധ്യമങ്ങളടക്കം ഇതിൽ പങ്കുവഹിക്കുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം എന്താണ്, ഇപ്പോൾ എല്ലാവർക്കും പറയാം, വിധിയുടെ വിശദാംശങ്ങളാണല്ലോ ഞങ്ങൾ പറയുന്നതെന്ന്. നമ്മൾ 3-ാം ദിവസം മുതൽ വിധിയുടെ വിശദാംശങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റി. കാരണം അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശരിയല്ല. ഇതങ്ങനെയല്ല. അതിൽ ഒരു ഡോഗ് വിസിൽ കൊടുക്കാൻ തക്കവണ്ണം, ആളുകൾക്ക് അശ്ലീലം ചർച്ച ചെയ്യാൻ തക്കവണ്ണമുള്ള കണ്ടന്റ് ഇട്ട് കൊടുക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പിന്നീട് പോകുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യയിൽ ഇതുവരെ ഒരു വിധിയും ചർച്ച ചെയ്യപ്പെട്ടു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കേസിലെ വിധിയാണല്ലോ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന വിധി. ആ വിധി പോലും ഈ മട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ ഇതിനെ ആ രീതിയിൽ ചർച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സംഘടിതമായ ഒരു ശ്രമം അതിന് പിന്നിലുണ്ട്. അത് കണ്ടെത്തേണ്ടതാണ്. നിശ്ചയമായിട്ടും. ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നടി ഒരു വളരെ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യത്തിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. കാരണം അത് 8 വർഷക്കാലം നീണ്ടുനിന്ന ഈ വിചാരണ അന്വേഷണ നടപടികൾക്കൊടുവിൽ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം ഈ കോടതി വിധി ഉത്തരവിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ആക്ട്, ഈ കുറ്റകൃത്യം നടന്നതിനെക്കുറിച്ചുള്ള ഈ വിധിക്കകത്തെ 1700ഓളം പേജുകളുണ്ടല്ലോ, ആ ഭാഗം മാത്രം വായിച്ചാൽ നമ്മൾ ബേജാറായി പോകും. നമ്മൾക്ക് ദുർബല ഹൃദയർക്ക് വായിക്കാൻ പറ്റുന്ന, വായിച്ച് കടന്നു പോകാൻ പറ്റുന്നൊരു ഒരു ഏരിയ അല്ല അത്. നമ്മളതിലിപ്പോൾ സ്ത്രീ പുരുഷനൊന്നുമില്ല. ആ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൻ്റെ വിശദാംശങ്ങൾ ഈ ഉത്തരവിൽ കാണുമ്പോൾ നമുക്ക് ടെൻഷനായി പോകും. ശരിക്കും നമ്മൾ ഏത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, നമ്മൾ വല്ലാതെയാകും. അപ്പോൾ കോടതി തന്നെയും ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ട് അതിക്രൂരമായിട്ടുള്ള ഉപദ്രവത്തിന് ഇരയായിട്ടുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. അത് കുറ്റമാണ്, ആ കുറ്റം നടന്നിട്ടുണ്ട്, ആ ആക്ട് ക്രിമിനൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നത് വസ്തുതാപരമായിട്ട് കണ്ടെത്തിയ അന്വേഷണ സംഘത്തെ വസ്തുതാപരമായി ശരിവെച്ചുകൊണ്ടാണ് ഈ കോടതി വിധി വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആക്ട് നടന്നിട്ടുണ്ട്. ഈ മഹാദുഷ്ടന്മാരും ക്രൂരന്മാരുമായുള്ള ഈ കുറ്റവാളികൾ, സമൂഹത്തിനാകെ കുഴപ്പക്കാരായിട്ടുള്ള കുറ്റവാളികൾ അതിൻ്റെ പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഓക്കെയാണ്. രണ്ടാമത്, ഈ കുറ്റത്തിന് പ്രേരിപ്പിച്ച കൊട്ടേഷൻ കൊടുത്തയാൾ ഈ 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് എന്ന ഈ നടനാണ്, ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് എന്നത് തെളിയിക്കാനും സ്ഥാപിക്കാനും പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല, അന്വേഷണം സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നത് കോടതിക്ക് മുമ്പാകെ സംഗതികൾ വരാത്തതുകൊണ്ട് കോടതിയെ നിഷേധിച്ചിട്ടൊന്നുമില്ല. കോടതി നിങ്ങൾ കൊണ്ടുവന്ന തെളിവുകളൊന്നും നിങ്ങൾ പറയുന്ന ഇയാൾ കുറ്റം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന കാര്യത്തെ തെളിയിക്കാൻ പര്യാപ്തമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവർ ഈ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ, ഈ ലാലിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് അസാധാരണവും അങ്ങേയറ്റം ഈ ജുഗുപ്സാവഹവുമായിട്ടുള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന ഈ മനുഷ്യർ, ഈ ഫേക്ക് ഐഡികളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ ഈ കോടതി, പോലീസ് അന്വേഷണ സംവിധാനം കംപ്ലീറ്റായിട്ട് അങ്ങേയറ്റം എതിർത്തുകൊണ്ട് പരിശോധിച്ചിട്ട് ഇറക്കിയിരിക്കുന്ന വിധിയിൽ ഒരിടത്ത് പോലും പറയാത്ത കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള പച്ച കള്ളം പ്രചരിപ്പിക്കുകയാണ്. അത് ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏതെങ്കിലും തരത്തിൽ മാർട്ടിൻ എന്ന് പറയുന്ന പ്രതിമാത്രം വന്ന് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെയ്യുന്നത് മാത്രമാണോ? അല്ല, നിശ്ചയമായിട്ടും അല്ല. അതിന് പിന്നിൽ ഒരു കേന്ദ്രമുണ്ട്, ഈ പറയുന്ന പോലെ അദൃശ്യമായിട്ടുള്ളൊരു കൊട്ടേഷൻ കേന്ദ്രമുണ്ട് എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ഇത് നോക്കൂ, ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വം, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ തരം കഥകളെ പ്രോത്സാഹിപ്പിക്കുകയോ ഈ കോടതി വിധിയെ അല്ലെങ്കിൽ അതിജീവിതക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ പ്രധാനമായിട്ടുള്ള പാർട്ടികളുണ്ടല്ലോ, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI, BJP, ഈ പാർട്ടികളുടെ ഒന്നും നേതൃത്വമോ അല്ലെങ്കിൽ ഈ പാർട്ടികളോ ഒരിക്കലും അതിജീവിതക്കെതിരായിട്ടുള്ള നിലപാടെടുത്തില്ല. കാരണം എടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് വിധേയമായിട്ടുണ്ട് എന്ന കാര്യം ആർക്കും സംശയമില്ലാത്ത വിധം മനസ്സിലായിട്ടുണ്ട്. ആ ചെയ്ത ആളുകൾ
ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുകയാണ് കോടതി ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട്. പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികളുടെ, അത് തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ ഇതിനകത്തുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ സംസ്ഥാന നേതൃത്വമോ പ്രാദേശിക നേതൃത്വമോ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ആ പാർട്ടിയുടെ അണികൾ വല്ലാത്ത തോതിൽ ഈ പെൺകുട്ടിയെ അപഹസിക്കുന്ന ഈ വലിയ സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കാണുകയാണ്. നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം എന്താണ് ഹർഷ? അതായത് ഇവർ എന്തുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് ഐക്യദാർഢ്യം കൊടുക്കുന്നത്? നമ്മൾ ഓരോ തവണയും വന്നിട്ട് ഈ പെൺകുട്ടിക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അവർക്ക് മാത്രമുള്ളൊരു ഐക്യദാർഢ്യമല്ല, അത് നമ്മുടെ സമൂഹം നിശ്ചയമായിട്ടും ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. ആ കുട്ടി ഇത്തരമൊരു കുറ്റകൃത്യത്തിന് വിധേയമായി, ഇത്തരം വലിയ ട്രോമാറ്റിക്കായുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി. അത് കോടതി തന്നെയും പോലീസ് തന്നെയും കണ്ടെത്തിയിട്ടുണ്ട്. ശരിയാണ്, അവരത് അനുഭവിച്ച് പോയിട്ടുണ്ട്. അവർ പക്ഷേ അതിജീവിതയാണ്. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകട്ടെ, സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ ലോകത്തു നിന്ന് ഇല്ലാതാകട്ടെ നമുക്ക് ആഗ്രഹിക്കാമെന്നല്ലാതെ അത് സംഭവിക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. നാളെ ആർക്കെതിരെയും സംഭവിക്കാം. ഈ കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികളുടെ വീട്ടിനകത്തുള്ള, ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ വീട്ടിനകത്തുള്ള കുട്ടികൾക്ക് പോലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിച്ചേക്കാം. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് വിധേയയായാൽ നിങ്ങൾ ധൈര്യത്തോടു കൂടി വരൂ, പൊതുസമൂഹം നിങ്ങളുടെ പിന്നിലുണ്ട് എന്ന് ഭാവിയിൽ നമ്മുടെ കുട്ടികളോട് ആകപ്പാടെയും പറയുന്ന ഒരു കാര്യമാണിത്. ഐക്യദാർഢ്യം ഈ പറയുന്ന പ്രത്യേക അതിജീവിതക്ക് മാത്രമായിട്ടുള്ള ഐക്യദാർഢ്യമല്ല. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തോട് ആകെയുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആ നടി വന്ന് നിന്നപ്പോൾ നമുക്ക് വലിയ ഒരു ആദരവും സന്തോഷവും തോന്നിയത്. കുറച്ചകലെ നിൽക്കുന്ന അവരെ അദ്ദേഹം കൈമാടി വിളിക്കുകയാണ്. അപ്പോൾ അടുത്തേക്ക് വന്നിട്ട് അവരോട് സംസാരിക്കുന്നത് നമ്മൾ കാണാം. അത് ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള, ഈ സംഭവത്തിലെ ഒരു സംഭവത്തോടുള്ള ഒരു പ്രതികരണമല്ല. അത് സമൂഹം ഇത്തരം കുറ്റകൃത്യങ്ങൾക്കിരയാവുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്നതിലൂടെ സമൂഹത്തെ തന്നെയാണ് ദൃഢപ്പെടുത്തുന്നത്. ഈ സമൂഹത്തിനകത്തുള്ള അല്ലെങ്കിൽ ദുർബല വിഭാഗങ്ങൾക്കാകെ, ദുർബല വിഭാഗങ്ങളെന്ന് വെച്ചാൽ വിത്തിൻ കോട്ട്സ്, ഈ ചില പ്രത്യേക ഘട്ടങ്ങളിൽ കുറ്റകൃത്യങ്ങൾക്കിരയായി പോകുന്ന എല്ലാ മനുഷ്യർക്കൊപ്പം നിൽക്കുകയാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മറ്റുള്ള മനുഷ്യരുടെ ഉത്തരവാദിത്തം എന്നത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ രോഗാതുര മനസ്സുള്ള ചില ആളുകളെങ്കിലും, അതിൽ ഞാനത് വീണ്ടും പറയാണ്, പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളില്ല, ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് ഇത്തരം ആക്ടുകളിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ അത് രോഗാതുര മനസ്സുള്ള എക്സ്ട്രീം റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടൊരു കഥയുണ്ടാക്കുന്നു. അവർ പോലും അറിയാതെ കുറേ ആളുകൾ ഈ പറയുന്ന PR സംഘത്തിൻ്റെ വലിയ പണമൊഴുക്കിയിട്ടുള്ള പരിപാടികളിൽ പങ്കാളികളാകുന്നു. ഇത് ചില ആളുകൾക്ക് ഇതിനകത്ത് ഇക്കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ചില ആളുകൾക്ക് ഇതിനകത്തൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം, ദിലീപ് ഇതെല്ലാം വിധിയൊക്കെ വന്നതിന് ശേഷം പോലും ദിലീപിനെതിരായിട്ടുള്ള ജനരോഷം ഒതുങ്ങിയിട്ടില്ല, അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഞാൻ അന്നത്തെ RDXൽ പറഞ്ഞാണ്, ആളുകൾ ഇദ്ദേഹത്തിൻ്റെ നില കുറേ കൂടെ പരിതാപകരമാകാനാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ആകെയുള്ള. കഴിഞ്ഞ ദിവസം ബസ്സിൽ സിനിമ കട്ട് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ മറിച്ചിടേണ്ടത് ഇയാളുടെ ഒരു ആവശ്യമാണ്. അതായത് ഈ കാര്യങ്ങൾ PR ഇദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളോ ഇദ്ദേഹം അറിയാതെ മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യുകയോ, ഇതിൻ്റെ ഈ കഥയെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് അവരെ അപമാനിക്കുക കൂടെ വേണം എന്ന് ചിലരെങ്കിലും കരുതുന്നു. ഞാൻ പറയുന്നത് ദിലീപാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ചിലരെങ്കിലും കരുതുകയാണ് അവരെ അപമാനിച്ചുകൊണ്ട് ഒരു കഥ കൂടെ പ്രചരിപ്പിച്ചിട്ട് ആ കഥയുടെ പുറത്ത് ഇപ്പുറത്ത് ഇമേജ് വർദ്ധിപ്പിച്ചെടുക്കാം എന്ന ഏതോ ഒരു PR ബുദ്ധിയുടെ പ്രവർത്തനം കൂടിയാണ് ഈ നടക്കുന്നതെന്ന് ഞാൻ ന്യായമായിട്ടും സംശയിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ PR പണി നിങ്ങൾ എത്രമാത്രം പണം മുടക്കിയാലും, എത്ര പണം കൊണ്ടുവന്നിട്ട് അതിനകത്ത് കുഴിച്ചിട്ടാലും, അല്ലെങ്കിൽ ലോഡ് കണക്കിന് ഇറക്കിയാലും, എത്ര PR വർക്ക് ഉണ്ടായാലും സാമൂഹ്യ ബോധവും സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരുടെ ബുദ്ധിക്ക് മേൽ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കുകയില്ല. പൊതുജനമാകെ തന്നെയും ഒപ്പം തന്നെയാണ് നിൽക്കുക. നേരത്തെ RDX ആദ്യ ദിവസം ചർച്ച ചെയ്യുമ്പോൾ 90% പേരും ഈ പെൺകുട്ടിക്കൊപ്പമാണ് നിൽക്കുക എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. ആ ദിവസങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് 95-98% പേരായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ആളുകൾക്ക് അല്ല അതിലെ ആധിപത്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പിന്നെ ഒറ്റ കാര്യമുള്ളത്, ഈ പോലീസ് അതികർക്കശമായിട്ടുള്ള നടപടി ഇവർക്കെതിരെ സ്വീകരിക്കട്ടെ, എടുത്ത് അകത്തിരട്ടെ, വലിയ കുറ്റം അല്ലെങ്കിൽ നിയമത്തിൻ്റെ. ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ അകത്തായിരുന്നു മറ്റൊരു കേസിൽ. ഈ സ്വഭാവത്തിൽ കാര്യങ്ങൾ ഒപ്പിച്ചിട്ട് രാഹുൽ ഈശ്വർ അകത്തായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ പ്രേതങ്ങൾ ഇവിടെ വേറെ പലതരത്തിൽ കറങ്ങി നടക്കുന്നുണ്ട്. അവരാണ് ഈ പണി ഒപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ ദിലീപിന് വേണ്ടി ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നതും അവരൊക്കെ തന്നെയാണ്. ഇതിലൊരു കാര്യം സനീഷ് നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി മുഖ്യാതിഥിയായി അവരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, മാധ്യമങ്ങളൊക്കെ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ
ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം, പക്ഷേ നമ്മളെന്തെങ്കിലും പറഞ്ഞാലാണ് കുഴപ്പം. ഇത് ഇവരെ അപമാനിക്കുന്ന ആളുകൾ പറയുന്നതാണ്. നമ്മളെങ്ങനെയാണ് ഇത് പറയുമ്പം വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കെതിരെ ഇങ്ങനെ നടപടി ഉണ്ടാകുന്നു, നമ്മളെക്കുറിച്ച് ഇങ്ങനെ എന്താണ് പോലീസിൽ പരാതി ഉണ്ടാകുന്നു, അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക എന്ന്. അത്ര പരിമിത ബുദ്ധികളാണ് ഇവർ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം ഇവർക്ക് അതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ അപമാനിക്കാനുള്ള അവകാശം കൂടി ഉണ്ടെന്ന് ഇവർ ധരിച്ചു വശായിരിക്കുകയാണ്. കാരണം സ്വയം ആ അതിജീവിത അവരെ വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ അപമാനിക്കുക കൂടി ചെയ്യാം. അത് ഏത് കേസിലാണ് ഇവർക്കെതിരെ ഇത്രയും ഹീനമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നും അതെല്ലാം കോടതി, ഈ പറഞ്ഞ കോടതി തന്നെ, ദിലീപിനെ വെറുതെ വിട്ട കോടതി തന്നെ ഇത് തിരിച്ചറിയുകയും ആ കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവരെ അപമാനിക്കാൻ ഇവർ വരുമ്പോഴുന്നത്. അതാണ് 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ അസ്ഥി നുറുങ്ങുന്നതിനും അപ്പുറം തീവ്രമായ മാനസിക പീഡയെ അതിജീവിച്ച് മനസ്സിനെ കടുപ്പിച്ച് അവൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ആ സമയരേഖ നമുക്ക് മുന്നിലുണ്ട്. ഇത്ര നീണ്ട വ്യവഹാരത്തിന് ശേഷവും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്ന് അടിവരയിട്ട് പറയേണ്ടി വന്ന ഗതികേടാണ് അവളുടേത്. പക്ഷേ പോരാട്ടത്തിൻ്റെ അചഞ്ചലമായ പെൺമാതൃക കേരളത്തിന്, രാജ്യത്തിന്, ലോകത്തിന് ദീപ്തമായൊരു വെളിച്ചമാണ്. തന്നെ ഉപദ്രവിച്ച നീചർക്ക് നിയമം വിധിച്ച ശിക്ഷ മതിയായതല്ല എന്ന ബോധ്യത്തിൽ അവളിപ്പോഴും ന്യായാസനങ്ങൾക്ക് മുന്നിൽ നീതി കാത്തു നിൽക്കുകയാണ്. അധിക്ഷേപമാണ് എതിർപക്ഷത്തിൻ്റെ ആയുധം. വിലക്കെടുത്ത സൈബർ ക്രിമിനലുകൾ അശ്ലീല കമൻറ്റുകൾ കൊണ്ട് വളഞ്ഞിട്ട് കുത്തുകയാണ്. പുതുതായി വരാനിരിക്കുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ പോലും ഈ അധിക്ഷേപം ചില ഫാനര സേനകൾ ആയുധമാക്കുന്നു. അവൾ തന്നെ പറഞ്ഞതുപോലെ അവർ വാങ്ങിയ പണത്തിൻ്റെ പണിയെടുക്കട്ടെ, പക്ഷേ കേരള പോലീസ് ഈ നീച കൂട്ടങ്ങളെ തേടിയെത്തുമെന്ന് തന്നെ RDX പ്രതീക്ഷിക്കുന്നു.